ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പാലൂര് വീട്ടിലാണ്. അപ്പോൾ പാലൂര് വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് കിട്ടും. അപ്പോൾ നമ്മൾ പാലൂർക്ക് ഇന്നലെ വന്നതാണ്. നമ്മൾ ഈവനിങ് കല്യാണമൊക്കെ കൂടിയിട്ട് അങ്ങനെ നല്ല അടിച്ച് പൊളിച്ചിട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഹാപ്പി ആയി. രാവിലെ അപ്പം നമ്മൾ രാവിലെ പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ ഡ്യൂട്ടിയൊക്കെ തുടങ്ങാൻ നിൽക്കാൻ കേട്ടോ. രാവിലെ ഉമ്മ തന്നെയാണ് പുട്ടും കടലൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. നമ്മളെ ഉമ്മയുടെ പോലെ തന്നെ ഇവിടുത്തെ ഉമ്മയും ഉമ്മ തന്നെയാണ് കേട്ടോ രാവിലത്തെ കാര്യമൊക്കെ ഉണ്ടാക്കൽ. ഞാൻ എന്ന് വെച്ചാൽ എന്താ പറയുക, മുറ്റടിക്കും, അതുപോലെ അടിക്കുക തുടക്കുക ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെ അങ്ങനെ എന്താ പറയുക, മരുമക്കൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാവിലെ എണീറ്റിട്ട് എന്താ പറയുക, എല്ലാവരും എണീക്കുന്നതിൻ്റെ മുന്നേ എണീറ്റിട്ട് എന്താ പറയുക, കംപ്ലീറ്റ് ഫുള്ള് ജോലികളും ചെയ്യാം. അങ്ങനത്തെ ഒരു തലമുറ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉള്ളവരുണ്ടാവും. പക്ഷെ എന്താ പറയുക, അതിനോട് യോജിച്ച് പോവാൻ എല്ലാവർക്കും ഒരേ എന്താ പറയുക താല്പര്യമില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ എന്താ പറയുക, നമ്മളും ഹെൽപ്പ് ചെയ്യും, അവരും ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ അവർക്ക് തീരെ വയ്യാത്ത ടൈമിലും അവർക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല അവസ്ഥയൊക്കെ വന്നാൽ പിന്നെ നമ്മൾ അപ്പം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. എന്താ പറയുക, അല്ലെങ്കിൽ നമ്മൾ ഈക്വലായിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറയുക, പിന്നെ പണ്ട് തൊട്ടേ എനിക്ക് കുക്കിംഗ് വല്ലാണ്ട് അറിയില്ല. അപ്പോൾ എന്താ, അപ്പോൾ പണ്ട് തൊട്ടേ എന്താ പറയുക, നമ്മളെ ഉമ്മമാർ നമുക്ക് കുക്ക് ചെയ്ത് തരും, ഉമ്മമാർക്ക് നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നടത്താനിപ്പോൾ എന്താ പറയുക എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇതുപോലെ ചിന്തിക്കണോന്നെക്കാരം പകുതി മുക്കാൽ ആൾക്കാരും. കാരണം പണ്ടത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ മരുമകൾ നമ്മളൊരു വീട്ടിൽ കയറി ചെന്നാൽ ഫുള്ള് ആ വീട്ടിലത്തെ എന്താ പറയുക, അവിടെ എത്ര ആൾക്കാരുണ്ട്, ആൾക്കാർ ഫുള്ള് റൊട്ടീനും, അതുപോലെ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഓരോ നേരത്തും ഓരോ തരാണെങ്കിൽ ഇതൊക്കെ ഒരു പെൺകുട്ടിയാണ് എന്താ പറയുക ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യല്ല കാരം, എന്താ പറയുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണേക്കാരം ഒരു എന്താ പറയുക, നമ്മൾ വഴങ്ങാനൊക്കെ പറയില്ലേ, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ. പക്ഷെ ആ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനിപ്പോൾ കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി ഇതുപോലുള്ള കാര്യത്തിലാണെങ്കിലും എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി. എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ഓവർ പണി ഉണ്ടെങ്കിലും അതുപോലെ അമ്മൂസാക്കാനത്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ എന്തുണ്ടെങ്കിലും പ്രതികരിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാണ്. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ എന്താ പറയുക, ഉമ്മ ഇല്ലാത്ത ടൈമിൽ ഞാൻ കുക്ക് ചെയ്യലുണ്ട്, ഉമ്മയുള്ള ടൈമിൽ ഉമ്മ കുക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നല്ല സന്തോഷത്തിലാണ് പോണത്. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ കാര്യങ്ങൾ വേഗം ചെയ്യുക, ഉമ്മാക്കും ഉമ്മയുടെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്ക് അതിൽ ഒരു ഏറ്റക്കുറച്ചിലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ പണികളും ഒക്കെ കാര്യങ്ങളൊക്കെ വേഗം കഴിയും. ഈ കുട്ടികളാണെങ്കിൽ എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. ഫുഡ് നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ 3-4 നേരം ഫുഡ് കൊടുക്കണം, പിന്നെ ഓലെ വേറെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ തന്നെ എനിക്ക് ഇതൊക്കെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടി നടത്തി വരുമ്പോൾ കേട്ടോ. പിന്നെ ഇന്ന് ഷാല് ഉണ്ട്, നമുക്ക് ഷാലിൻ്റെ സ്പെഷ്യലായിട്ടുള്ള എന്താണ് കോൾഡ് ബൂസ്റ്റോ എന്തോ പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അവിൽ മിൽക്ക് ഉണ്ടാക്കാന്ന് എന്നോട് പറഞ്ഞ് പഴമൊക്കെ ഞാൻ വാങ്ങിത്തരാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അവിൽ മിൽക്ക് എന്താ പറയുക, അവിൽ മിൽക്ക് മാറിയിട്ട് നല്ല കോൾഡ് ബൂസ്റ്റ് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ, ഷാലുണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഷേജ് ബേബിക്കും വേണമെന്ന് അറിഞ്ഞു കേട്ടോ. പിന്നെ ഷേജ് ബേബി ആണെങ്കിലോ എൻ്റെ കയ്യിൽ നിന്ന് തരുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഓനെൻ്റെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. കുറച്ച് തണുത്തിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ റെയിൽവേക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ കുന്നക്കാവൊക്കെ പോകുന്നു. പിന്നെ അങ്ങനെ വന്നിട്ട് നമ്മൾ
നമ്മൾ ഷേത് ബേബിക്ക് ഫുഡ് കുറച്ച് വായ്ക്ക വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മൾ അത് കൊടുക്കാൻ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഈ പണികളെ കുറിച്ചൊക്കെ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. എല്ലാവരും ചെയ്യാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷെ എന്നും നമ്മളെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യാം. മറ്റുള്ളവർക്ക് എന്ത് കരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയുക ചെയ്താലും ഒഴുങ്ങിയാലും എന്താ പറയുക നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. നമ്മളെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ അങ്ങനെ ഷേത് ബേബിക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഉമ്മ റേഷൻ പീടികയിൽ പോയി ബേബി ഉമ്മയുടെ പിന്നാലെ റേഷൻ പീടികയൊക്കെ പോയിട്ട് അങ്ങനെയായിട്ട് വന്നത്. പിന്നെ നമ്മളിതാ രാത്രി ആയപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു എണ്ണ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഫേസ് ഒന്നും പാടി ഒന്ന് കൂടുതലായിട്ട് ഒന്ന് ക്ലെൻസിങ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ഇതുപോലെ ഒന്ന് എണ്ണ തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം കഴുകിയാൽ നല്ല അടിപൊളിയായിട്ട് ഡബിൾ ക്ലെൻസിങ് ആവും കേട്ടോ. നല്ല എന്താ പറയുക നമ്മൾ സാധാ ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മളെ മുഖം നല്ലൊന്ന് ക്ലീൻ ആവും കേട്ടോ. ഇത് ഞാൻ എന്താ പറയുക ഓവറായിട്ട് ഇങ്ങനെ മേക്കപ്പ് ഇട്ട ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യും കേട്ടോ. ഇപ്പം ഇന്ന് കുറച്ചൊരു എണ്ണ എടുത്തിട്ട് ജസ്റ്റ് മുഖത്തൊന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് ഇതുപോലെ ഫേസ് വാഷ് വെച്ചിട്ട് കഴുകി കളയാണ് കേട്ടോ. ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് ഹിമാലയയുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളെ ഹിമാലയയുടെ ഫേസ് വാഷ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ പാലൂരിൽ നിന്ന് കൊടുന്നാണ് അലോവേറ, ഫ്രഷ് ആയിട്ട് അലോവേറ. ഇത് ഞാൻ ഉച്ചക്ക് പൊട്ടിച്ച് വെച്ചതാണ്. ഉച്ചക്ക് പൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മഞ്ഞപ്പഴുപ്പില്ലേ അത് ഞാൻ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തണ്ടിൻ്റെ ആ വളർന്നു വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ യെല്ലോ പഴുപ്പ് വരുന്നത് അവിടെ കയറിയിട്ട് അതിൻ്റെ പഴുപ്പ് ഫുള്ള് കളഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് അത് കഴുകി കളഞ്ഞിട്ട് നല്ലോണം ഞാൻ വാഷ് ചെയ്തിട്ട്, കാരണം മഞ്ഞ സാധനം നമ്മളെ മുഖത്ത് തട്ടിയാൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇത് ഫസ്റ്റ് തേക്കുമ്പോൾ ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ എനിക്കുണ്ടാവും കേട്ടോ. പിന്നെ ജസ്റ്റ് നമ്മൾ ഫേസിൽ അത് എന്താ പറയുക ഇങ്ങനെ ഒരക്കൊന്നും ചെയ്യാതെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ വെച്ചാൽ ശരിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയോളം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.